കഥയുടെ പേര് രണ്ട് വൃദ്ധന്മാരെന്നാണ്. രണ്ട് വൃദ്ധന്മാർ, നമ്മളെ പോലുള്ള അല്ലെ എന്നെ പോലുള്ള കാലിസാറിനെ പോലുള്ള ആൾക്കാർ എന്നർത്ഥം. കടലിന് അഭിമുഖമായി നിൽക്കുന്ന ആ സഹകരണ ബാങ്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ്. നിക്ഷേപിച്ച തുച്ഛമായ സമ്പാദ്യം അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനും മകളുടെ കല്യാണത്തിനോ മറ്റോ പണയം വെച്ച സ്വർണ്ണ ലോക്കൽ സുരക്ഷിതമാണോ എന്ന് നോക്കാനും എത്തുന്ന വൃദ്ധന്മാരുടെ ഒരു താവളം ബാങ്ക്. അന്ന് രാവിലെ ബാങ്കിന്റെ പടികൾ കയറാൻ തുടങ്ങിയതായിരുന്നു കേശവൻ. അപ്പോഴാണ് ഒരു ചെറിയ അപകടം നടന്നത്. ബാങ്കിന് മുന്നില് കൈത്തെങ്ങിലേക്ക് ഒരു സൈക്കിൾ വന്ന് ഇടിച്ചു നിന്നു. സൈക്കിൾ എന്ന് പറഞ്ഞാൽ സാധാരണ സൈക്കിൾ അല്ല, വീതിയുള്ള ഈറക്കെയുള്ള ഒരു മോഡേൺ ഐറ്റം. പേരക്കുട്ടിയുടെ സൈക്കിളും കൊണ്ട് ബാങ്കിലെത്തിയതായിരുന്നു കുമാരൻ. പക്ഷെ ഒരു പ്രശ്നം, സൈക്കിൾ തൈത്തെങ്ങിൽ ഇടിച്ചു നിന്നതല്ലാതെ കുമാരന് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. സൈക്കിളിന്റെ സീറ്റ് അല്പം ഉയരത്തിലാണ്. കുമാരന്റെ കാലുകൾക്കാണെങ്കിൽ പണ്ട് ഓടി നടന്ന അവസ്ഥ ഇപ്പോഴില്ല. തരിപ്പാണ് കാലിൽ മൊത്തം. കുമാരൻ, ചേട്ടാ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ, പ്രായമായതുകൊണ്ടാവും കാലങ്ങോട്ട് പൊങ്ങുന്നില്ല, എന്നെ മെല്ലെ ഒന്ന് പിടിച്ചിറക്കാമോ? കേശവൻ തന്റെ സ്വന്തം മുട്ടുവേദന മറച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചു. ഒരുതരം സീനിയർ സിറ്റിസൺ ഗമയിൽ അദ്ദേഹം ചോദിച്ചു, അതിനെന്താ, പിടിക്കാമല്ലോ. ഞാൻ നിങ്ങളെ പിടിക്കണോ, അതോ ഈ സൈക്കിൾ താങ്ങണോ, അതോ മൊത്തം പിടിക്കണോ എന്ന് കേശവൻ ചോദിച്ചു. കുമാരൻ, എന്തായാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ തരം സൈക്കിളുകൾ, ഇത് ഓടിക്കണമെങ്കിൽ സർക്കസുകാരനാകണം. കേശവൻ എത്തി സൈക്കിളിൽ ഒരു കൈ പിടിച്ചു. കുമാരൻ കഷ്ടപ്പെട്ട് തന്റെ വലതുകാല സൈക്കിളിന്റെ മുകളിലൂടെ വായുവിൽ ഒന്ന് കറക്കി അഭ്യാസ പ്രകടനം നടത്തി താഴെ ഇറങ്ങി മറിഞ്ഞു വീഴില്ലെന്ന് മാത്രം. ഒടുവിൽ രണ്ടുപേരും കൂടി കിതച്ചുകൊണ്ട് ബാങ്കിനുള്ളിലേക്ക് കടന്നു. സഹായിച്ചതിന്റെ നന്ദി സൂചകമായി കുമാരൻ പറഞ്ഞു, ചേട്ടൻ ആദ്യം നടന്നോളൂ, ഞാൻ പിന്നാലെ വരാം. കേശവൻ കൗണ്ടറിലേക്ക് നീങ്ങി തന്റെ പാസ്ബുക്ക് നീട്ടി കമ്പ്യൂട്ടറിൽ നോക്കി ക്ലാർക്ക് ചോദിച്ചു, എത്ര എടുക്കണം? ഒരു 500 രൂപ എടുത്തോളൂ, അത്യാവശ്യത്തിന് വേണം, കേശവൻ പറഞ്ഞു. അക്കൗണ്ടിൽ ലക്ഷങ്ങളില്ലെങ്കിലും ആ 500 രൂപ കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ, അത് ഏതൊരു കോടീശ്വരന്റെ ലാഭത്തേക്കാളും വലുതായിരുന്നു. പൈസ മടക്കി പരിശീലനം വെച്ച് കേശവൻ പുറത്തേക്ക് നടന്നു. പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം കണ്ടു, കുമാരൻ അവിടെ മാനേജറുടെ ക്യാബിന് മുന്നിൽ കാത്തു നിൽക്കുന്നു. തന്റെ സ്വർണ്ണ ഉരുപ്പടി തിരികെ കിട്ടുമോ അതോ വീണ്ടും പലിശ അടയ്ക്കണോ എന്ന ആകുലത കുമാരന്റെ മുഖത്തുണ്ട്. ഈയിടെയായി സഹകരണ ബാങ്കിൽ എല്ലാം ഒരുതരം കൊട്ടത്താപ്പാണല്ലോ. ബാങ്കിന് പുറത്തിറങ്ങിയ കേശവൻ ഒരിക്കൽ കൂടി ആ കൈത്തെങ്ങിലേക്ക് നോക്കി. ആ കത്രികക്കൂട്ട് പോലുള്ള സൈക്കിൾ അവിടെ തന്നെ ഉണ്ട്. കുമാരൻ ഇനി അതിൽ എങ്ങനെ കയറും? കുമാരന് പണയുരുപ്പിടി കിട്ടിക്കാണുമോ? വീണ്ടും സഹായം ചോദിക്കുമോ? കേശവൻ ചിന്തിച്ചു. സാധാരണക്കാരായ യുവാക്കൾക്കാണെങ്കിൽ ഇത്തരം 100,000 ചിന്തകൾ തലയിൽ പുകയും. അയ്യോ, ആ പാവം വൃദ്ധൻ എങ്ങനെ ഇനി വീട്ടിൽ പോകും എന്ന് കരുതി അവർ അവിടെ കാത്തു നിൽക്കും സഹായം നൽകുന്നതിനായി. പക്ഷെ കേശവൻ അവിടെ നിന്നില്ല. അദ്ദേഹം പതുക്കെ തന്റെ വഴിക്ക് നടന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രായം കഴിഞ്ഞാൽ മനസ്സ് ഒരു പ്രത്യേക പാകതയിലെത്തും. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ തനിക്ക് കഴിയില്ലെന്ന തിരിച്ചറിവ്. കുമാരൻ സൈക്കിളിൽ കയറുന്നതും വീഴുന്നതും അയാളുടെ വിധി. തന്റെ 500 രൂപ പോക്കറ്റിലുണ്ട്. കടൽക്കാറ്റ് തുമത്തടിക്കുന്നുണ്ട്.
അതിൽ കൂടുതൽ എന്തിന് ആകുലപ്പെടണം? അനാവശ്യമായ ആകുലതകളിൽ നിന്നുള്ള മോചനം തന്നെയാണ് വാർദ്ധക്യം. വാർദ്ധക്യം നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസം. മറ്റുള്ളവർ സൈക്കിളിൽ കയറുകയോ വീഴുകയോ ചെയ്യട്ടെ, അത് നോക്കി നിൽക്കുന്നതിനേക്കാൾ താൻ വീഴാതെ നടക്കാൻ നോക്കുന്നതാണ് ബുദ്ധി. കൂടുതൽ ആലോചിക്കാതെ കേശവൻ മുന്നോട്ട് നടന്നു. കഥ അവസാനം.